പിന്നീട് കട എടുത്തെടുത്ത് കടി എല്ലാ അങ്കിൾമാരും എല്ലാ അങ്കിൾമാരും ഗോപന് വരാൻ സാധ്യതയില്ല. വൈകിട്ടും സജി സംസാരിക്കും. ഞാൻ വീട്ടിൽ വിളിച്ചു. ആ നമ്പർ ആയിരിക്കും പറഞ്ഞാൽ അവർ ആ നമ്പർ എനിക്ക് ഒരു സെക്കൻഡ് കൊടുത്തില്ലല്ലോ. ഒന്നിന് എന്റെ ഓഫീസിലാണ് ഞാൻ എപ്പോഴും ഇവരൊക്കെ എന്താണ് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കാരണോട് ഞാൻ പുസ്തകം അടിച്ചില്ലെങ്കിൽ മാസം പ്രൊജക്ട് പുസ്തകം അടിച്ചാലുണ്ട് പ്രിന്റ് ചെയ്യാനാണ്. മൂത്താളെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കണ്ടല്ലോ. കണ്ടറില്ലേ ഇതിനകത്ത് എല്ലാവർക്കും കണ്ടുപോയി. അവിടെ എല്ലാ കുട്ടികളും കണ്ടുപോയി. ഏറ്റവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോതമംഗലത്ത് കൂടിയപ്പോഴേ സേവിയെ കണ്ട് ഞാൻ ചെന്ന് എന്തുവാടാ സേവിയെന്ന് ഫേസ് വേണം കേട്ടോ. അങ്കിളുടെ ഫേസ് കിട്ടുമോ? അങ്കിളുടെ ഫേസ് എടുത്തേ ആദ്യം കിട്ടിയോ? വെരി ഗുഡ്. നീ അങ്കിളുടെ നോക്കി. ഓ എൻ്റെ അമ്മോ എല്ലാവരുടെയും ഫേസ് എല്ലാവരും ഇവിടെ എൻ്റെ ഒരു ജോൺ ഇതുവരെ ആയിട്ട് ഒരേ ഒരു വൈഫേ ഉള്ളൂ. ദുബായിലെ വെള്ളാങ്കല്ലോ ദുബായിലല്ല എല്ലായിടത്തും. അത് നജ്മ കൂടെ ചേർത്ത് നജ്മ ഹനീഫ്. എനിക്ക് ഹനീഫ് നേരത്തെ നജ്മ അസംഗനിയായിരുന്നു. ഇതുവരെ പാസ്പോർട്ടിന് മാറിയിട്ടില്ല. അത് എന്നാ ഏറ്റവും മൂത്ത കുട്ടിയാണോ? ശിഷ്യനാണപ്പോ ബുദ്ധിമുട്ടാണ്. നമ്മൾ അറിയിക്കണം.
അടുത്തത് എന്റെ മൂത്ത മോൻ. മുഹമ്മദ് ഹാഫിസ്. നമ്മുടെ ബാച്ചിന് ആദ്യം ആദ്യമായിട്ട് കല്യാണം കഴിച്ചാരാ? ആദ്യമായിട്ട് നമ്മൾ കല്യാണം കഴിപ്പിച്ചത് കഥ പറയണം. പറയണം. അതുകൊണ്ടാണ് ഞാൻ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കോട്ടയത്ത് 4 മണിക്കൂർ ചെലവാക്കുന്നത്. ബാക്കി കാര്യം ഞാൻ പറയും. അവനാണെന്ന് പറയത്തില്ല. അതുകൊണ്ട് ഇതാണ് മോളുടെ കല്യാണം കൂടെ ഇവരാണെന്ന് പറഞ്ഞില്ല. ഇത് എന്റെ മൂത്ത മോൻ ഹാഫീസ്. അവിടെ പഠിക്കുന്നത് എന്താ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ സയൻസ്. രണ്ടാമത് ഒരു മോനുണ്ട്. ഇപ്പോഴേ ഒരു സൗകര്യമായിട്ട് അമ്മ ഇടാൻ വിളിക്കുന്നത്. ഇത് മുഹമ്മദ് നജ ഹനീഫ്. അവിടെ നെക്സ്റ്റ് വളരെ അപ്പൊ എന്നോട് പറഞ്ഞൊരു വിദ്യാർത്ഥി പോയിട്ട് വിദ്യാലയം പറയുന്നതിനെല്ലാം നേരെ ഓപ്പോസിറ്റ്. അല്ല ഞാൻ തന്നെ കണക്കൂട്ടിയാണ് വിദ്യാലയം പറഞ്ഞിട്ടൊക്കെ അതിന്റെ നേരെ രണ്ട് പിള്ളേരെ എഴുതിട്ട് പുതിയ അഡ്വൈസ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവസാനം. അതാണ് എപ്പോഴും ഞാൻ വിദ്യാലയം പറഞ്ഞു കൊടുത്തല്ലോ പിടിച്ച് റെഡിയായി. എന്നിട്ട് അങ്ങനെ ഒരു മോളായി. താനിയ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. അതിനേക്കാൾ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ തുടക്കുന്ന അവസരം വരെ 2 ഡയറി ഉണ്ട്. അതുണ്ടോ ഇപ്പോഴും? ആ ഡയറി ഇപ്പോഴും ഉണ്ടോ? അതെന്താണ് വിലട്ടുണ്ടാണ്. ആ 2 ഡയറി വെച്ചാൽ എഞ്ചിനീയറിംഗ് പാസ്സായത്. ഇപ്പൊ എന്റെ ഞാൻ പറയാം, ദിസ് ഇസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് നോട്ട് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. മോളെ നോക്കണ്ട, കോളേജിൽ പഠിക്കുന്ന എഞ്ചിനീയർ, സ്കൂളിൽ പഠിക്കുന്ന എഞ്ചിനീയർ. ഈ നാളെ എന്റെ മോള് സൗത്ത് ഇന്ത്യൻ ടൂറിന് പോണയാ. ഞങ്ങളെല്ലാരും സൗത്ത് ഇന്ത്യൻ ടൂർ. ഇത് നമ്മൾ പോയ പോലൊക്കെ തന്നെയാ. നമ്മള് സൗത്ത് ഇന്ത്യൻ ടൂറിലോട്ട് ഒരു ഇൻഡസ്ട്രിയും വിസിറ്റ് ചെയ്തില്ല, അവരും വിസിറ്റ് ചെയ്തില്ല. ഇലക്ട്രിസിറ്റി കമ്പിയില് KSEBയുടെ കമ്പി ഉണ്ടല്ലോ, അതിനകത്ത് കാക്ക വന്നിരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഷോക്ക് അടിച്ച് കത്തില്ല എന്ന് എഴുതിയിട്ടുണ്ടോ? ഞാൻ മറന്നുപോയി. അത് നീവാ പറയാ പറഞ്ഞോ. ഞാൻ സമയം കൂടുതലെടുത്ത് പഠിക്കുന്നു. മോൻ ജോസഫ് കാണുന്നില്ലല്ലോ. ഏതാ പറയുന്നത്? വേറെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കുട്ടികളുണ്ട്, 3 ബോയ്സ്. ജോസഫ് എഞ്ചിനീയറിംഗിലൊക്കെ. പക്ഷെ ഇടുക്കിയില്ല എന്നുള്ളവരെല്ലാം ഈ എറണാകുളം ഭാഗത്തു നിന്നുള്ള ചില പാർട്ടികളൊക്കെ വിളിച്ചോണ്ടിരുന്ന ആദിവാസികൾ. അപ്പൊ അങ്ങനെ നമ്മളത്ര മൈൻഡ് ചെയ്തൊന്നുമില്ല. ഒരു കണക്കിന് ക്രിക്കറ്റ് മാച്ച് നമ്മള് 2 ഹോസ്റ്റൽസ് തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച്. അപ്പൊ പിന്നെ ഒരു ഹോസ്റ്റലിൽ മൊത്തം അതാണ്. അപ്പൊ ഒരു ടീമില് ഒരു ഹോസ്റ്റലില് കണ്ണടി ഹോസ്റ്റലില് 11ാമത്തെ പാർട്ടി ഇല്ലായിരുന്നു. പിന്നെ ഞാനല്ലേ ഉള്ളൂ. ഒരു എന്നെ പിടിച്ച് നിർത്തി. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ
ആരാണ്ട് ബാറ്റ് ചെയ്ത് മറ്റേ ഹോസ്റ്റലിൽ ആരാണ്ട് ബാറ്റ് ചെയ്ത് അപ്പോൾ പിള്ളേരെല്ലാം ആ സ്റ്റെപ്പിൽ കണ്ണടിയുടെ മുമ്പിലത്തെ ആ സ്റ്റെപ്പിൽ എല്ലാവരും ഇരിക്കുകയാണ് ഇങ്ങനെ. എൻ്റെ പ്രകടനം അല്ല, മൊത്തം ടീമിൻ്റെ പ്രകടനം കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ MP ഹോസ്റ്റലിൽ ആരാണ്ട് ഇങ്ങനെ അടിച്ചു. അത് എന്ത് ഏരിയ വഴി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചത് കൈക്കലാക്കിയിട്ട് അന്നത്തെ ആൻസ് അവിടെ നിന്ന് വിളിച്ചു പറയണം. ആ കരയിൽ വിളിച്ചു, ലോകത്തിലെ ആദ്യത്തെ ആദിവാസി വിക്കറ്റ്. എല്ലാവരോടും ഒരു ചിരിയും കൂയും. അപ്പോഴാണ് എനിക്ക് വിളിച്ചത് അത് എടുക്കണ്ടത് ഡ്രോപ്പ് ചെയ്താൽ മറക്കണമെന്ന് എനിക്കൊത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഇതോടെ പറയട്ടെ. അത് നമ്മൾ കോളേജിൽ പഠിച്ചോണ്ടെങ്കിൽ അന്നേരം ഫൈനൽ ഇയറാണ് MP ഹോസ്റ്റലിൽ. MP ഹോസ്റ്റലില് രാവിലെ ഈ ബസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നാൽ അവിടെ നമ്മുടെ കാർ പോർച്ച് ഉണ്ട്. അവിടെ ഇരുന്ന് എല്ലാവരും പേപ്പർ വായനയുണ്ട്. ഒത്തിരി പേപ്പറുണ്ടല്ലോ, അവിടെ നിന്ന് പേപ്പർ വായിക്കും. അപ്പൊ അന്നത്തെ പേപ്പറിൽ വന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജീവ് ഗാന്ധി സോണിയാഗാന്ധി അന്ന് ഇടുക്കി ജില്ലാ തേക്കടി അതിലെല്ലാം പോയി. അപ്പൊ ഇവര് രണ്ടോടെ ഇങ്ങനെ ആദിവാസി കൂടുതലുകൾ വെച്ചത് സോണിയാഗാന്ധി ജീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ തലേദിവസമായിരുന്നു നടന്നത്. തലേദിവസം ഇങ്ങനെ ജീൻസ് എല്ലാം ചെയ്യുന്നു. അപ്പൊ പിറ്റേ ദിവസം മനോരമയിലെല്ലാം ഇതിന്റെ പടം വന്നിരിക്കും. അപ്പൊ അത് ഒരു മൺഡേ മോർണിംഗ് ആണ്. സൺഡേ ആണ് ഇവർ ചെയ്തത്. ഞാൻ വരുന്നത് അപ്പൊ ഞാൻ വെള്ളിയാഴ്ച വീട്ടിൽ പോയി. വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ വരുന്നത്. അപ്പൊ എന്റെ ചേട്ടൻ അന്ന് ബോംബെയിലായിരുന്നു. അപ്പൊ അന്ന് വരെ ഞാൻ ജീൻസ് ഇട്ടിട്ടില്ല. ചേട്ടൻ വന്നപ്പോ പുള്ളി ജീൻസ് ഉണ്ട്. ബോംബെ നടന്ന സംഭവിക്കും. പുള്ളി ജീൻസ് ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ ഈ ചേട്ടൻ കൊണ്ടുവന്ന ജീൻസ് അല്ല, ഞാനിതൊക്കെ ഇട്ട് അന്നത്തെ എയർ ബാഗൊക്കെ പുറകെ തൂക്കി ഞാൻ വെളുപ്പിനെ ഈ വരുവാണ്. അവിടെ കെന്നഡി ഹോസ്റ്റലിന്റെ മുമ്പിൽ ഇങ്ങനെ നടന്നു വരും. അങ്ങനെ പേപ്പറിൽ എല്ലാവരും ഇതിങ്ങനെ വായിച്ച് നിൽക്കുന്നത് സോണിയ ഈ ജീൻസ് കൊടുത്തെല്ലാം ഇതെല്ലാം വായിച്ചിങ്ങനെ ഓരോരുത്തർക്ക് നിൽക്കുന്നപ്പോഴാണ് ഞാൻ ആരും എങ്ങനെയെങ്കിലും ഈ വായിച്ചോണ്ടിരുന്നിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുന്നത്. അവരിങ്ങനെ നോക്കിട്ട് ഞാൻ ഈ വരുന്നുണ്ട്. ഇവിടെ എടാ നമ്മുടെ കുര്യനും കിട്ടിയടാ സോണിയയുടെ ജീൻസ്. അത് കേട്ടപ്പോൾ തന്നെ ഈ പേപ്പർ വായിച്ചോണ്ടിരുന്ന എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ പൊക്കി എടുത്ത് തിന്നം വെച്ചോണ്ടാണ് ഈ ഹോസ്റ്റലിൽ കൊണ്ടിട്ട് പിടി കിട്ടാതെ ഞാൻ ഓടി. ഇത് രണ്ടും മറക്കണമെന്ന് എത്ര ആഗ്രഹിച്ചിട്ട് എനിക്ക് സംഭവം മറക്കാൻ